السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറത്ത് നിസായിലെ 35-ാമത്തെ വചനത്തിലെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അവിടെ പുരുഷന് സ്ത്രീയേക്കാൾ അല്പം ഉന്നത പദവി നൽകിയിരിക്കുന്നു. അത് അവൻ്റെ അധ്വാനത്തിൽ നിന്നുള്ള ധനം അവർക്ക് ചിലവഴിക്കുന്നതിലൂടെയും, അതുകൊണ്ട് തന്നെ അവർ സ്വാലിഹാത്തായി, കാനിത്താത്തായി, ഹാഫിളാത്തായി, ഈ 3 ഗുണങ്ങൾ അവർ സദ്വൃത്തരായിരിക്കണം, സർവൃത്തരായി, അനുസരണയുള്ളവരായി, കാത്തു സൂക്ഷിക്കുന്നവരായി ഈ ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ. ഇതൊക്കെ അല്ലാഹു തആല അവർക്ക് കാത്തു സൂക്ഷിക്കുവാൻ അവരോട് പറഞ്ഞ അവരുടെ ശരീരഭാഗങ്ങളുണ്ടല്ലോ, അതൊക്കെ ആ നിലയിൽ തന്നെ കാത്തു സൂക്ഷിക്കുന്ന, ഭർത്താവിൻ്റെ സാന്നിധ്യത്തിലും അപ്രകാരം ചെയ്യുന്ന സ്വാത്വികരായ സ്ത്രീകൾക്ക് മേൽ പുരുഷന് മേൽക്കൈയുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകൾ അങ്ങനെ അവരാഗ്രഹിക്കുന്നവരുമാണ്. തന്നോടൊപ്പം തൻ്റെ ഭർത്താവുണ്ട് എന്നുള്ളതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന സ്ത്രീകളായിരിക്കും അവർ. ഇനി വേറെ ചില സ്ത്രീകളും ഉണ്ട് കേട്ടോ, അതിനെക്കുറിച്ച് പറയാം. വല്ലാത്തി, ഒരു വിഭാഗം സ്ത്രീകൾ, തഖാഫൂന, നിങ്ങൾ ഭയപ്പെടുന്നു എന്നിരിക്കട്ടെ, നുഷൂസവുന, അവരുടെ അനുസരണക്കേട്, അവർ പറഞ്ഞാൽ കേൾക്കത്തില്ല, ധാർഷ്ട്യമുള്ള സ്ത്രീകളാണ്. അങ്ങനെ അവരുമായിട്ട് പിണക്കമുണ്ടാകാൻ ഉള്ള സാധ്യത ഉണ്ടാകും എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ 2-3 മാർഗങ്ങൾ ഉപദേശിക്കുന്നു. ഒന്നാമതായിട്ട് ഫഅലു ഹുന്ന, അവരെ നിങ്ങൾ നല്ല നിലയിൽ ഉപദേശിക്കുക. ഫഅലു ഹുന്ന, അപ്പോൾ ആ ഉപദേശം കൊണ്ട് തന്നെ ഒരു സാധാരണ നിലവാരത്തിലുള്ള സ്ത്രീകളാണെങ്കിൽ അതങ്ങ് സ്വീകരിക്കും. നിൻ്റെ വാക്കുകളും നിൻ്റെ പ്രവൃത്തികളും ഇന്നതുപോലെ ഒക്കെയുള്ള കാര്യങ്ങൾ മോശമായി തോന്നുന്നു, അള്ളാഹുവും അവൻ്റെ റസൂലും കൽപ്പിച്ച കൽപ്പനകൾ അനുസരിച്ചല്ല നിങ്ങൾ ചെയ്യുന്നത് എന്ന ഒരു ഉത്ബോധനം പുരുഷന് സ്ത്രീക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ, അത് വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും അനുസരിച്ച് ഒരു ഭർത്താവിനോട് ഭാര്യ ചെയ്യേണ്ടത്, സംസാരിക്കേണ്ടത് ഇപ്രകാരമായിരിക്കണം, നിനക്കതിൽ ചില പാളിച്ചകൾ വരുന്നുണ്ട്, അത് നീ തിരുത്തേണ്ടതാണ് എന്ന് ഫഅലൂഹുന്ന, അവരെ ഉപദേശിക്കുക. അവരുടെ എന്തെങ്കിലും നിങ്ങൾക്ക് അനിഷ്ടമായി തോന്നിയാൽ. ഇനി ആ ഉപദേശം ഒന്നും ഏറ്റില്ല, അവർ വീണ്ടും ആ ഉപദേശത്തെ സ്വീകരിക്കാതെ അവർ വീണ്ടും മുന്നോട്ട് പോവുകയാണ് പ്രസ്തുത സ്ത്രീകൾ എങ്കിൽ, അപ്പം മനുഷ്യജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഈ സ്വാലിഹാത്തും കാനിത്താത്തും ഹാഫിളാത്തും ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ പോലും പരമമായ നിലയിൽ
അവരുടെ ചരിത്രം കാത്തു സൂക്ഷിക്കുകയും ഭക്തിപൂർവ്വം ജീവിക്കുകയും അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിക്കുകയും ചെയ്യുന്ന സ്ത്രീകളുടെ വിഷയം വരുന്നില്ല. പിന്നെ ചിലരുണ്ട് വല്ലാത്ത തഹാഫുവിനെ നുഷൂസവിന്, അത് അവരുമായിട്ട് ചിലപ്പം പിണക്കം വരുന്നു. അവരുടെ നാക്ക് വെച്ച് പുലമ്പുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ് അവരുടെ കൂടെ. അങ്ങനെ ആണെങ്കിൽ സത്യവിശ്വാസികളോട് അല്ലാഹു പറയാണ്, വല്ലാത്തീ അത്തരത്തിൽപ്പെട്ട സ്ത്രീകളുണ്ട് തഹാഫുന നുഷൂസവുന്ന, അവരുമായിട്ട് പിണങ്ങേണ്ടി വരും എന്ന് നീ ഭയപ്പെടുന്നു എങ്കിൽ അതിൻ്റെ പരമമായ കാര്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഫഅലുഹുന്ന, അവരെ നീ ഉപദേശിക്കുക. ഇനി ആ ഉപദേശമൊന്നും അവർക്ക് ഏറ്റില്ല, നീ ചെയ്യുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും ഒന്നും ശരിയല്ല, അതുകൊണ്ട് തിരുത്തേണ്ടതാണ് എന്ന് പറഞ്ഞ് അവരെ ഉപദേശം അത് ഫലപ്രദമാകുന്നില്ല എങ്കിൽ പിന്നീട് ചെയ്യാനുള്ളത് വഹ്ജുറൂഹുന്ന, അവരുടെ കിടക്കയിൽ നിന്നും അകലം പാലിക്കുക. അപ്പോൾ സാധാരണ രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റാണ്. അങ്ങനെ കിടക്കയിൽ നിന്ന് അകലം പാലിക്കുമ്പോൾ ഒരുവിധം ഉള്ള സാമാന്യബോധമുള്ള സ്ത്രീകളാണെങ്കിൽ തൻ്റെ ഭർത്താവുമായിട്ടുള്ള ജീവിതത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ നിന്നും ഭർത്താവ് അകന്നു കഴിയുന്നു എന്നുള്ളത് ശരിയല്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ അവരുമായിട്ട് യോജിച്ച് പോകാം. വഹ്ജുറൂഹുന്ന ഫിൽ മളാജിഇ, കിടക്ക സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ അകലം പാലിക്കും. ഇനി ഇത് രണ്ടുകൊണ്ടും വീണ്ടും അവർ ധാർഷ്ട്യത്തോടു കൂടി തന്നെ നിൽക്കുകയാണെങ്കിൽ വദ്രിബൂഹുന്ന, അവരെ നിങ്ങൾ ഒരുവിധം മയമായ നിലയിൽ അടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വദ്രിബൂഹുന്ന. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജിൽ ഒരു വടിയൊക്കെ എടുത്ത് കാണിക്കുന്ന സ്റ്റേജാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുക. ഇപ്പം തിരിച്ച് കിട്ടാതെ സൂക്ഷിച്ചോണം എല്ലാവരും എന്നാണ് ഇതിലെനിക്ക് പറയാനുള്ളത്. വദ്രിബൂഹുന്ന, ഇതൊക്കെ അല്ലാഹ് പറഞ്ഞു തന്ന ചില വഴികളാണ്, ഉപായങ്ങളാണ്. ഫൈൻ അത്തഅനക്കും, ഇനി അവർ നിങ്ങളെ അനുസരിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ 3 ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നു. ഇത് ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കി. ചിലപ്പോൾ ഒന്നാമത്തതിൽ ഫലം വരാം, ചിലപ്പോൾ രണ്ടാമത്തതിൽ ഫലം വരാം, ചിലപ്പോൾ മൂന്നാമത്തതിൽ ഫലം വരാം. ഇനി ഇതിലേതെങ്കിലും ഒന്നിലൂടെ ഫൈൻ അത്തഅനക്കും, നിങ്ങളെ അവർ അനുസരിച്ച് കഴിഞ്ഞാൽ ഫലാ തബ്ഗൂ അലൈഹിന്ന, അവരുടെ കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കരുത് സബീല, മറ്റൊരു മാർഗം. ഇവള് ശരിയല്ല എന്ന നിലയാൽ സ്വീകരിച്ചുകൊണ്ട് ഇതെങ്ങനെ ഒഴിവാക്കിക്കളയാം എന്ന നിലയിലേക്കുള്ള ഇത് പോകരുത്. ഈ വഴികളൊക്കെ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവർ നിങ്ങളെ അനുസരിച്ച് കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ മേൽ മറ്റൊരു മാർഗം നിങ്ങൾ അന്വേഷിക്കരുത്, സ്വീകരിക്കരുത്. നിങ്ങളെ പഴയതിനേക്കാൾ വളരെ വലിയ സ്നേഹവായ്പോടുകൂടി തന്നെ നിങ്ങൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. ഇന്നല്ലാഹ കാന അലിയൻ കബീറ, നിങ്ങളറിയുക നിശ്ചയമായിട്ടും അല്ലാഹു കാന അലിയൻ, അത്യുന്നതനാണ്. വലിയ വലിയ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഔന്നത്യമുള്ള അങ്ങനെയുള്ള ആളാണ് ഈ പറഞ്ഞൊക്കെ തരുന്നത് ഇന്നതുപോലൊക്കെ. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന്. കബീറ, ഏറ്റവും വലിയവനുമാണ്, ഏറ്റവും വലിയവനും അത്യുന്നതനുമാണ് അള്ളാഹു എന്ന് നിങ്ങൾ തിരിച്ചറിയുക. പക്ഷേ അള്ളാഹു തആല അവൻ്റെ ദൂതനിലൂടെ നമുക്ക് നൽകുന്ന ഇതിൻ്റെ വിശദീകരണം നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളും കൽപ്പനകളും ശിരസാവഹിച്ചുകൊണ്ടുള്ള ഒരു ഏറ്റവും നല്ല ജീവിതം ഇഹലോകത്തും, അതിലൂടെ ഒറ്റയ്ക്കുള്ള യാത്ര അവസാനിക്കും. ആ സമയത്ത് അവിടെ നമുക്കെല്ലാവർക്കും കൂട്ടായിട്ട് ഈ അധ്യാപനങ്ങളും ഈ ചെയ്ത പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും സഹായിയായിട്ട് എത്തിച്ചേരുന്നതാണ്. അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു നൽകട്ടെ. ജസാക്കല്ലാഹു അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.